നമ്മുടെ കോളം ജംഗ്ഷനിൽ ഇന്നൊരു ആക്സിഡൻറ്റ് നടന്നായിരുന്നേ. സംഭവം ബൈക്ക് ബാക്കിൽ നിന്ന് വന്ന് ഈ ലോറി ഇടിച്ചു. അതാണ് സംഭവം. ഈ ലോറി എന്തോ ടയറെന്തോ പഞ്ചറായിരുന്നു, ആക്സിലെന്തോ കംപ്ലൈൻ്റ് ആയെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ ലോറിയുടെ ചുറ്റും പോയപ്പോഴത്തേക്ക് ഒരു ടയർ പഞ്ചറായിട്ട് ഇരിപ്പുണ്ട്. സോ ഈ ലോറി ആസ് പെർ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5:30-6 മണി മുതൽ ഈ ലോറി ഈ ഹൈവേയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതാണ്ട് മറ്റേ ഒരു ഇലയും സൈഡിൽ ചരുക്കി വെച്ചാണ് ഇതവിടെ കടന്നത്. ഓക്കെ, അപ്പം ഈ ആക്സിഡൻറ്റ് നടന്നത് 9:30-ക്കാണ്. അറിയാമല്ലോ, ഓഫീസ് അവേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഇപ്പോൾ ബൈക്കുകാരൻ ഈ ലോറിയെ കണ്ടില്ല, ബാക്കിൽ കൊണ്ട് ഇടിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ ലോറി പ്രോപ്പർ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ ഇതേപോലെ വല്ലതും വഴിയിലാവുകയാണെങ്കിൽ, ഇപ്പോൾ ലോറി ആയാലും കാറായാലും എന്തായാലും, ഹൈവേയിലാണെങ്കിൽ ഹൈവേ അതോറിറ്റിയുടെ നമ്പറുണ്ട്, അതിൽ വിളിക്കുക. നമുക്ക് ഒരു വണ്ടി പെട്ടെന്ന് സൈഡ് ഒതുക്കി വിടാൻ പറ്റുമെങ്കിൽ ഡൂ ദാറ്റ് ഇമീഡിയറ്റ്ലി. ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈവേ അതോറിറ്റി വിളിക്കുക, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുക, 110 MMC വിളിക്കുക. അവർ വരും. അവർ വന്നിട്ട് ഇതേപോലെ ബാരിക്കേഡും കാര്യങ്ങളും അറൗണ്ട് 30-50 മീറ്റേഴ്സ് ബാക്കിൽ വെക്കും. ഇതിപ്പം ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം കോളം പോലീസ് വന്നു, ഭയങ്കര സെറ്റപ്പായി. അതുവഴി എത്ര പോലീസുകാർ പോയതായിരിക്കും. അതിന് ശേഷമാണ് ഈ കൊണ്ട് ബാരിക്കേഡൊക്കെ വെച്ച്. എന്തായാലും കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യന് നല്ല ഇഞ്ചറി ഉണ്ട്, ഹെഡ് ഇഞ്ചറി ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം ഓൾവേസ് റൈഡ് സേഫ്. നമ്മുടെ ഹൈവേ ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, ഇതേപോലെ കേസാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം.